ഇന്നയോളം നടത്തിയല്ലോ, നന്ദിയോടെ ഞങ്ങൾ വരുന്നു. ഇന്നയോളം നടത്തിയല്ലോ, നന്ദിയോടെ ഞങ്ങൾ വരുന്നു. നീ നൽകിയ ദാനങ്ങൾ എണ്ണുവാൻ കഴിയില്ല, നന്ദിയോടെ ഓർക്കും ഞങ്ങൾ എന്നും. നീ നൽകിയ ദാനങ്ങൾ എണ്ണുവാൻ കഴിയില്ല, നന്ദിയോടെ ഓർക്കും ഞങ്ങൾ എന്നും. ഞങ്ങൾ പാടും അന്ത്യത്തോളം സ്തോത്രഗീതം ഒരുമയോടെ. ഞങ്ങൾ പാടും അന്ത്യത്തോളം സ്തോത്രഗീതം ഒരുമയോടെ. ഭാരങ്ങളേറിയപ്പോൾ തിരുകരത്താൽ താങ്ങിയല്ലോ. ഭാരങ്ങളേറിയപ്പോൾ തിരുകരത്താൽ താങ്ങിയല്ലോ. അന്നവസ്ത്രാദികൾ സർവവും നൽകി കൃപയുടെ മറവിൽ വഹിച്ചുവല്ലോ. അന്നവസ്ത്രാദികൾ സർവവും നൽകി കൃപയുടെ മറവിൽ വഹിച്ചുവല്ലോ. ഞങ്ങൾ പാടും അന്ത്യത്തോളം സ്തോത്രഗീതം ഒരുമയോടെ. ഞങ്ങൾ പാടും അന്ത്യത്തോളം സ്തോത്രഗീതം ഒരുമയോടെ. ജീവിത വീഥികളിൽ ഇടറാതെ നടത്തിയല്ലോ. ജീവിത വീഥികളിൽ ഇടറാതെ നടത്തിയല്ലോ. നൽവഴി കാട്ടി നല്ല ഇടയനായി മനസ്സലിവിൽ നീ പുലർത്തിയല്ലോ. നൽവഴി കാട്ടി നല്ല ഇടയനായി മനസ്സലിവിൽ നീ പുലർത്തിയല്ലോ. ഞങ്ങൾ പാടും അന്ത്യത്തോളം സ്തോത്രഗീതം ഒരുമയോടെ. ഞങ്ങൾ പാടും അന്ത്യത്തോളം സ്തോത്രഗീതം ഒരുമയോടെ. താങ്ക് യു ഷീബ. കോശിത്തൽക്കൽ സാറിനെ സന്തോഷത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ഒരു ദിവസം നമുക്കൊരു ഇൻട്രഡക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഓവർ ടു യു സാറേ, കോശിത്തൽക്കൽ സാർ. Thank you, Jacob Chaco. ദൈവത്തിന് സ്തോത്രം. ഈ നവവത്സരത്തിന്റെ സന്ധ്യയിൽ നിങ്ങൾക്ക് എനിക്ക് പ്രഭാതത്തിൽ നന്മ നിറഞ്ഞ അനുഗ്രഹകരമായ ഒരു നവവത്സരം ഞാൻ ആശംസിക്കുന്നു. ഞാൻ രാത്രിയിൽ വാച്ച് നൈറ്റ് സർവീസിന് പോയിട്ട് മടങ്ങി വന്ന് കിടക്കുന്നത് 3 മണിക്കാണ്. രാവിലെ 8 മണിക്ക് 8:30 നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യണമല്ലോ. അത് ചിലപ്പോൾ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എബിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അതുകൊണ്ട് ദൈവഹിത പ്രകാരം ദൈവം ശക്തീകരിക്കും എന്നുള്ള പ്രത്യാശയിൽ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ ശരണപ്പെട്ട് ഞാൻ തയ്യാറാവുകയാണ്.
എല്ലാവർക്കും ഒരിക്കൽ കൂടെ നവവത്സരത്തിന്റെ ആശംസകൾ നേരുന്നു. ഇന്ന് യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ പ്രധാനപ്പെട്ട ചില മേഖലകളിലേക്ക് നമുക്കൊന്നിച്ച് യാത്ര ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തീത്തൂസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ തിരുവചനത്തിൽ മറ്റെങ്ങും ഇല്ലാത്ത ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അത് കർത്താവിന്റെ പുനരാഗമനത്തെ വിശേഷിപ്പിക്കുന്ന മനോഹരമായ ഒരു വാക്കാണ്. ഭാഗ്യകരമായ പ്രത്യാശ, ബ്ലെസ്സഡ് ഹോപ്പ്. ക്രിസ്തീയ വിശ്വാസികൾക്ക് ഉള്ള ഏറ്റവും മനോഹരമായ ഒരു പ്രത്യാശയാണ് ബ്ലെസ്സഡ് ഹോപ്പ്, ഭാഗ്യകരമായ പ്രത്യാശ. ഈ ഭാഗ്യകരമായ പ്രത്യാശയാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തെ നയിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രഥമമായും ഓർക്കണം. ഒരു പ്രത്യാശയിലേക്കല്ലാതെ നമുക്കൊരു യാത്രയില്ലല്ലോ. പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പഴയ നിയമത്തിലെ ജോസഫ് എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ജോസഫാണ് വാസ്തവത്തിൽ പ്രത്യാശ എന്ന് പറയുന്നതിൻ്റെ അതിശക്തമായ പ്രാഭവം നമ്മുടെ മുമ്പിൽ കാണിച്ചത്. ജോസഫ് മരണാസന്നനായി ഡെത്ത് ബെഡിൽ കിടക്കുമ്പോൾ സഹോദരന്മാരോട്, നമുക്കറിയാം ഏറ്റവും ഇളയവനല്ല, ബെന്യാമീന്റെ തൊട്ട് മുകളിലുള്ള ആളായിരുന്നു ജോസഫ്. പക്ഷേ മറ്റു സഹോദരന്മാർ എല്ലാവരും ജീവിച്ചിരിക്കെ ഈ പ്രമുഖനായ യാക്കോബ് പുത്രൻ യാത്ര പറയുകയാണ്. ആ പറയുന്ന സമയത്ത് ജോസഫ് സഹോദരന്മാരെ കൊണ്ട് അവരുടെ വിശ്വാസം ഉറപ്പിക്കുന്ന, അവരുടെ പ്രത്യാശ ഉറപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ദൈവം നിങ്ങളെ സന്ദർശിക്കും, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എൻ്റെ ഈ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി വാഗ്ദത്ത ഭൂമിയിൽ അടക്കം ചെയ്യണം എന്ന് സഹോദരന്മാരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ജോസഫ് മരിച്ചു. ജോസഫിന്റെ ശവശരീരം എംബാം ചെയ്ത് ഒരു ശവപ്പെട്ടിക്ക് ഉള്ളിൽ വെച്ചു. വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് അവന്റെ ശരീരം ഒരു ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞ് ആണ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് പല വേദശാസ്ത്ര പണ്ഡിതന്മാരും പറയാറുണ്ട്, വേദപുസ്തകം സൃഷ്ടിയിൽ ആരംഭിച്ചിട്ട് ഒരു ശവപ്പെട്ടിയിൽ അവസാനിച്ചു, നിരാശയിൽ, പരാജയത്തിലാണ് വേദപുസ്തകത്തിന്റെ 1-ാം പുസ്തകം അവസാനിച്ചത് എന്ന്. എന്നാൽ മറിച്ചൊരു ദർശനമാണ് എനിക്കുള്ളത്. കാരണം ആ ശവപ്പെട്ടിയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആ ശവപ്പെട്ടി ഇറ്റ് ഇസ് എ സിംബൽ ഓഫ് ഹോപ്പ്. അത് പ്രത്യാശയുടെ ഒരു പ്രതീകമായിരുന്നു. ജോസഫിന്റെ പ്രത്യാശ ആണ് അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പ്രത്യാശ എന്ന് പറയുന്നത് 1-2 ദിവസത്തിനപ്പുറത്തേക്കുള്ള പ്രത്യാശയാണ്. നമുക്ക് അറിയാമല്ലോ, പ്രത്യാശ എന്ന് പറയുന്നത് അത് യാത്ര ചെയ്യുന്ന, നാളുകളെ കുറിച്ചുള്ള ഓർമ്മകളും നാളുകളെ കുറിച്ചുള്ള പ്രതീക്ഷകളുമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ജോസഫിന്റെ ഈ പ്രത്യാശ, നാളുകളെ കുറിച്ചുള്ള ഈ പ്രത്യാശ 1-2 ദിവസം മാത്രം ദൈർഘ്യമുള്ള, നീങ്ങുന്ന, യാത്ര ചെയ്യുന്ന ഒരു പ്രത്യാശയല്ല. ഇറ്റ് സൂപ്പർസീഡ് സെഞ്ചുറീസ്. അത് നൂറ്റാണ്ടുകളെ അതിശയിച്ച പ്രത്യാശയാണ്. നൂറ്റാണ്ടുകളെ അതിശയിച്ച പ്രത്യാശ. സൂപ്പർസീഡിങ് ഹോപ്പ്. സൂപ്പർസീഡിങ് എന്ന് പറഞ്ഞാൽ പോരാ, ഇറ്റ് സൂപ്പർസീഡ് ഏജസ്. നൂറ്റാണ്ടുകളെ അതിശയിക്കുന്ന, 430 വർഷത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ, നമുക്കറിയാം 430 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ എത്ര തലമുറകൾ മറിഞ്ഞുപോയി. പക്ഷെ ആ തലമുറയിൽപ്പെട്ടവരാരും ജോസഫിന്റെ അസ്ഥി
അടക്കം ചെയ്യപ്പെട്ടിരുന്ന ഈ ശവപ്പെട്ടി എടുക്കാൻ ആ രാത്രിയിൽ മറന്നില്ല. ഒരു കൈയിൽ വാളും ആയിട്ട് യാത്ര പുറപ്പെടുന്ന, യുദ്ധസന്നദ്ധരായി പുറപ്പെടുന്ന ഇസ്രായേൽ മക്കൾ അവരുടെ കരങ്ങളിൽ ജോസഫിന്റെ അസ്ഥികൾ എടുത്തു. പ്രത്യാശയുടെ പ്രതീകമായിരുന്നു അത്. ഇസ്രായേൽ മക്കളുടെ പ്രത്യാശയുടെ പ്രതീകമായിരുന്നു അത്. അവരാ ശവപ്പെട്ടി മരുഭൂമിയിൽ എവിടെയും വലിച്ചെറിഞ്ഞില്ല. അവർ ആ ശവപ്പെട്ടി ചെങ്കടലിൽ എവിടെയും വലിച്ചെറിഞ്ഞില്ല. 40 വർഷം മരുഭൂമിയിൽ ഉഴന്നു നടക്കുമ്പോൾ അവർ ആ ശവപ്പെട്ടി വെറുപ്പോട് വേണ്ട, ഇതെന്തിനാ നാം ചുമക്കുന്നത് എന്ന് പറഞ്ഞ് അവരാ മണൽ കൂമ്പാരത്തിൽ എവിടെയെങ്കിലും അത് കുഴിച്ചിട്ടില്ല. യോർദാനിൽ അവർ കടക്കുമ്പോൾ ആ ശവപ്പെട്ടിയും അവർ എന്തിയിരുന്നു, ആ പ്രത്യാശയും അവരെ എന്തിയിരുന്നു. അവർ എരിഹോവിന് ചുറ്റും നടക്കുമ്പോൾ ആ ശവപ്പെട്ടി അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവസാനം ഷേഖേമിൽ അവർക്ക് വീതിച്ചു കിട്ടിയ, യോസഫിന് വീതിച്ചു കിട്ടിയ സ്ഥലത്ത് യോസഫിന്റെ ശവശരീരം അടക്കുന്നത് വരെ, അസ്ഥികൂടം അടക്കുന്നത് വരെ they carried that coffin throughout their journey. അവരുടെ യാത്രയിലെമ്പാടും അവർ സൂക്ഷിച്ചു. That is the power of the hope. അതാണ് പ്രത്യാശയുടെ ശക്തി എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മറുതലിക്കുകയും എതിർക്കുകയും അതിനിടയിൽ പല സംഭവങ്ങളും ഉണ്ടാവുകയും ചെയ്തതൊക്കെ നമുക്കറിയാം. പക്ഷേ they never ഒരിക്കലും ആ ശവപ്പെട്ടി വലിച്ചെറിഞ്ഞില്ല. ഒരു സമൂഹത്തിന്റെ പ്രത്യാശയായിരുന്നു അത്. ഒരു സമൂഹത്തെ നയിച്ച പ്രത്യാശയായിരുന്നു അത്. എവിടെയാ? ഒരു ഡെത്ത് ബെഡിൽ ഒരു മനുഷ്യൻ പ്രഖ്യാപിച്ച പ്രത്യാശ. കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഈ കർത്താവിന്റെ വരവിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഈ അതിശക്തമായ ഒരു പ്രത്യാശയുടെ പങ്കാളികളായി നാം തീരണം. ഐ ഡു ഹോപ്പ് ഇൻ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് എന്ന്. ഞാൻ എൻ്റെ യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ വേണ്ടി കാത്തിരിക്കുന്നു, പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഈ കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ റാപ്ചർ, മഹത്വ പ്രത്യക്ഷത, മധ്യാകാശ വാഴ്ച അല്ലെങ്കിൽ സപ്തവത്സര വാഴ്ച, ഹർമഗദോൻ യുദ്ധം, അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച. ഈ മധ്യാകാശ വാഴ്ചയുടെ കാലഘട്ടത്തിൽ നടക്കുന്ന ട്രിബുലേഷൻ, പീഡനം, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തീരും എന്നെനിക്ക് പ്രതീക്ഷയില്ല. എന്താണ് മഹത്വ പ്രത്യക്ഷത? എവിടെയാണ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്? അതൊക്കെ പറയാം. പക്ഷേ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചുള്ള ഒന്നാമത്തെ പരാമർശം നമുക്ക് കാണാൻ കഴിയുന്നത് എഴുതപ്പെട്ട രേഖകളിൽ ആദ്യത്തേത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രേഖ എന്ന് പറയുന്നത് തെസലോനിക്കർക്ക് പൗലോസ് എഴുതിയ ലേഖനമാണ്. 1 തെസലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള ഒരു ഖണ്ഡികയുണ്ട് അവിടെ. അത് വായിച്ചാലേ ഈ പ്രത്യക്ഷതയെ കുറിച്ച് ഉള്ള പൗലോസിന്റെ വാചകങ്ങളുടെ അർത്ഥം മനസ്സിലാകുള്ളൂ, ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാകുള്ളൂ. ഞാനത് വായിക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടത്. നോക്ക്, അവിടെയും പറയുന്നു പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. ഇപ്പൊ ജാതികൾക്ക് ഈ പ്രത്യാശയില്ല എന്നർത്ഥം. എന്തിനെ പ്രത്യാശിക്കാൻ അവർക്ക്? ഏതെങ്കിലും റിലീജിയൻ നാളെയെ കുറിച്ചുള്ള ഒരു പ്രത്യാശ കൊടുക്കുന്നുണ്ടോ മനുഷ്യന്റെ ജീവിതത്തിൽ? ഒരു റിലീജിയനും ഹോപ്പ് എന്ന് പറയുന്ന ഈ അതിശ്രേഷ്ഠമായ മാനുഷിക ഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. യേശു കർത്താവ് മാത്രമാണ് ഹോപ്പ് എന്ന് പറയുന്ന, ആ പ്രത്യാശ എന്ന് പറയുന്ന ആ വിശ്വാസ ഘടകം വിശ്വാസികൾക്ക് തന്റെ അനുയായികൾ കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ there is a clause
if you believe the resurrection of Jesus Christ, യേശു കർത്താവിന്റെ ഉയിർപ്പിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവിടെ തുടങ്ങണം അത്. You must believe in the resurrection of Jesus Christ. യേശു കർത്താവിന്റെ ഉയിർപ്പിനെ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ പലപ്പോഴും ഏറ്റുപറയുന്ന കാര്യമാണത് എങ്കിൽ പോലും, വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്ന കാര്യമാണ്. അങ്ങനെ ഒന്ന് പറച്ചിലേ ഉള്ളൂ പലപ്പോഴും. അല്ലാതെ ഈ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ആ സത്യം പോയിട്ടുണ്ടോ എന്ന് പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ യേശുവിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും, അവന്റെ കന്യാജനനം, യേശു കർത്താവിന്റെ 12 വയസ്സ് മുതലുള്ള 30 വയസ്സ് വരെയുള്ള ജീവിത കാലഘട്ടത്തെ കുറിച്ചുള്ള തിരുവചനത്തിന്റെ രേഖകൾ, അതുപോലെ തന്നെ യേശു കർത്താവിന്റെ പുനരുത്ഥാനം, യേശു കർത്താവിന്റെ സ്വർഗാരോഹണം, ഇതൊക്കെ സംശയദൃഷ്ടിയോടുകൂടെ മാത്രം കാണുന്ന ഒരു വർഗമായി നാം മാറിപ്പോയിട്ടുണ്ട്. അതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം എന്നിരിക്കെ, അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മുഴുവൻ ശില എന്നിരിക്കെ, ആ അടിസ്ഥാന ശില പലപ്പോഴും ചാഞ്ചാടുന്ന വിധത്തിലാണ് നാം ക്രിസ്തീയ വിശ്വാസം കൊണ്ട് നടക്കുന്നത്. അപ്പോ കർത്താവിന്റെ പുനരുത്ഥാനം, അവന്റെ സ്വർഗാരോഹണം എന്നൊക്കെ പറയുന്നിടത്ത് ഇത്രത്തോളം സംശയം ഉണ്ടെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവിനെ എത്രയധികമാണ് നമ്മൾ സംശയിക്കുന്നത്. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ കർത്താവായ നിദ്ര കൊള്ളുന്ന അത് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, ഇഫ് യു ബിലീവ് ഇൻ ഇറ്റ്, നീ ഞങ്ങളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അതാണ് അതിന്റെ ലോജിക്. നിങ്ങൾ യേശു കർത്താവിന്റെ ഉയിർപ്പിനെ വിശ്വസിക്കുന്നുവെങ്കിൽ, അവനിൽ വിശ്വസിക്കുന്നവരെയും കർത്താവ് അതുപോലെ തന്നെ വരുത്തും. എന്ന് പറഞ്ഞാൽ അവരിൽ വിശ്വസിക്കുന്നവരും ഉയർത്തെഴുന്നേൽക്കും എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എത്ര ആശ്വാസകരമായ ഒരു വചനമാണിത് എന്ന് നമ്മൾ ഓർക്കുക. ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം, 2000 ആണ്ടിന് ശേഷം ജീവിക്കുന്ന നമുക്ക് അന്ന് പൗലോസ് തെസലോനിക്ക സഭയ്ക്ക് എഴുതിയ ഈ വചനം ശക്തി പകരേണ്ടതാണ്. അത് നമ്മുടെ ശക്തിയാണ്, നമ്മുടെ പ്രത്യാശയാണ്. എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്നാണ്. തെസലോനിക്കയിലെ ജനങ്ങളോട് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച്, പുനരാഗമനത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും പ്രത്യാശയോടുകൂടി. പക്ഷേ അവർക്കുണ്ടായിരുന്ന ആശങ്ക, അവരുടെ ജീവിതകാലത്ത് യേശു കർത്താവ് വരും, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടി എടുക്കപ്പെടും എന്ന് മാത്രമാണ്. എന്നാൽ അവർക്ക് ഉണ്ടായിരുന്ന ദുഃഖം അവരുടെ മരിച്ചവരെ കുറിച്ചായിരുന്നു. മരിച്ചവർ മരിച്ചുപോയല്ലോ, ഇനി കർത്താവിന്റെ പ്രത്യക്ഷത കാണാൻ പറ്റത്തില്ലല്ലോ, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അവനോടൊപ്പം എടുക്കപ്പെടാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം മരിച്ചുപോയവരെ കുറിച്ച്, മരിച്ചുപോയ വിശ്വാസികളെ കുറിച്ച് തെസലോനിക്കയിലെ സഭയിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ഈ ആശങ്കയുടെ മുഖത്താണ് പൗലോസിന്റെ ഈ അതിശ്രേഷ്ഠമായ പ്രവചനാത്മകമായ ഈ വചനം പൗലോസ് എറിഞ്ഞു കൊടുക്കുന്നത്. എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾ പ്രത്യാശയുള്ള ഇല്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞിട്ട് താഴെ പറയുമ്പോൾ, ഈ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ എന്ന് തുടങ്ങുന്ന 16, 17, 18 വാക്യങ്ങളിൽ 4 ഘടകങ്ങൾ യേശു കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ 4 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാണ് ഒന്നാമത്, റാപ്ചറിന്റെ
റാപ്ചർ എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു സംഭവം അവിടെ നടക്കുകയാണ്. റാപ്ചറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നു. ദ അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു കർത്താവിന്റെ പ്രത്യക്ഷത, അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. രണ്ടാമത്, അവിടെ ഒരു കാണാൻ കഴിയുന്ന ഒരു റിസറക്ഷൻ ഉണ്ട്. റിസറക്ഷൻ ഉണ്ട്, ഒരു ഉയിർത്തെഴുന്നേൽപ്പ് ആ വാക്യത്തിൽ കാണുന്നുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അപ്പോ ഈ രണ്ട് വാക്യങ്ങളിൽ കർത്താവിന്റെ പ്രത്യക്ഷത പറയുന്നു, ഉയിർപ്പിനെ കുറിച്ചുള്ള ഒരു ദർശനം അവിടെ പറയുന്നു. മൂന്നാമത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ട്രാൻസ്ലേഷനാണ്, രൂപാന്തരീകരണം, അതും അവിടെ പറയുന്നു. പിന്നെ പറയുന്നത് റാപ്ചർ, എടുക്കപ്പെടുന്ന അവസ്ഥ, കർത്താവിനോടുകൂടെ. ഈ മൂന്ന് ഭാഗങ്ങളും ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, ദ റിസറക്ഷൻ. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ. ജീവനോട് ശേഷിക്കുന്നവർ, ഉയർത്തെഴുന്നേൽക്കുന്നവർ അഭൗമിക ശരീരം പ്രാപിക്കുന്നത് പോലെ തന്നെ ജീവിച്ചിരിക്കുന്നവർ ഒരു അഭൗമിക ശരീരത്തിലേക്ക് മാറും. ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ ഓഫ് ദ ബോഡി. ശരീരത്തിന്റെ രൂപാന്തരീകരണം അതാണ്. ഇത് സംഭവിക്കും. അതിനുശേഷം സംഭവിക്കുന്ന കാര്യമാണ് റാപ്ചർ, എടുക്കപ്പെടുന്ന അവസ്ഥ. അപ്പൊ അപ്പിയറൻസ്, റിസറക്ഷൻ, ട്രാൻസ്ലേഷൻ ആൻഡ് റാപ്ചർ, ഈ മൂന്ന് സ്റ്റെപ്പുകൾ കർത്താവിന്റെ പുനരാഗമനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത് തെസ്സലോനിക്ക സഭയോട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മരിച്ചവരെ കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ, ഞാൻ ഈ മൂന്ന് നാദങ്ങളെ കുറിച്ച് കൂടെ നിങ്ങൾ ഓർക്കണം. അവിടെ മൂന്ന് നാദങ്ങളുണ്ട്. അത് വ്യത്യസ്തമായ വേറൊരു വിഷയമായതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. കർത്താവിന്റെ ഈ മഹത്വകരമായ പ്രത്യക്ഷതയുടെ സമയത്തുള്ള ആ ശബ്ദങ്ങൾ, ആ ശബ്ദം കേൾക്കുമ്പോൾ തെസ്സലോനിക്ക വിശ്വാസികളോട് പറയാണ്, നിങ്ങളല്ല ആദ്യം കർത്താവിനോടൊപ്പം പോകാൻ പോകുന്നത്, മരിച്ചവരാണ് കർത്താവിനെ ആദ്യം കാണുന്നത്. മരിച്ചുപോയവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അവരാണ് ആദ്യമായിട്ട് കർത്താവിന്റെ പ്രത്യക്ഷതയുടെ ശബ്ദം, ഈ നാദങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം കർത്താവിനെ എതിരേൽക്കുവാൻ വരുന്നത് മരിച്ചുപോയവരാണ്. അപ്പോൾ നിങ്ങൾ അവരെ കുറിച്ച് വേദനിക്കേണ്ട കാര്യമില്ല. അവർക്കാണ് പ്രിഫറൻസ്. കർത്താവിന്റെ വരവിൽ ഫസ്റ്റ് പ്രിഫറൻസ് അവർക്കാണ്. ഒന്നാമത്തെ മുൻഗണന അവർക്കാണ്. അവര് ഉയർത്തെഴുന്നേൽക്കും. ഈ ഉയർപ്പിന് രണ്ടാമത് പറയുന്ന കാര്യം, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവർ വിൽ ബി ട്രാൻസ്ലേറ്റഡ്, അത് രൂപാന്തരപ്പെടും. അത് കഴിഞ്ഞ് ഈ രണ്ടു കൂട്ടരും കർത്താവിനോടുകൂടെ എടുക്കപ്പെടും. അവര് പിന്നെ കർത്താവിനോട് കൂടെ ആയിരിക്കും. അപ്പൊ റാപ്ചർ എന്ന് പറയുന്ന ഈ ഭയങ്കരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ സംഭവത്തിന്റെ ഓരോ സ്റ്റെപ്പുകളാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ പഠനങ്ങൾ, പല വിശദീകരണങ്ങൾ നമുക്ക് ധാരാളമായിട്ടുണ്ട്. ഇതാണ് അതിന്റെ അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത്. ഈ റാപ്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സഡൻ പ്രോസസ്, വളരെ വേഗം നടക്കുന്ന, ഇറ്റ് ഹാപ്പൻഡ് ഇൻ എ മോമെന്റ്, ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ എന്ന് നമ്മൾ പറയത്തില്ലേ, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തിനിടയിൽ ഇറ്റ് വിൽ ഹാപ്പൻ, അത് സംഭവിക്കും. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്.
നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. വിശ്വസിച്ചുകൊണ്ട് വേണം ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. കർത്താവിന്റെ ഉയർപ്പിനെ പോലും സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് നമുക്ക് ആശങ്കയുണ്ടാകും. അതുകൊണ്ട് ഇത് സംഭവിക്കുന്നത് ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ, ഒരു ഇമ വെട്ടുന്നതിനിടയിൽ, കണ്ണിമ വെട്ടുന്നതിനിടയിൽ, ഇൻ എ മോമെന്റ് ഇറ്റ് വിൽ ഹാപ്പൻ. അത് സംഭവിക്കും. ഇതൊരു മർമ്മമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഇതൊരു മർമ്മമാണ്, എ വണ്ടർഫുൾ സീക്രട്ട് എന്നാണ് പൗലോസ് പറയുന്നത്. എ വണ്ടർഫുൾ സീക്രട്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 51-55 വാക്യങ്ങളിൽ, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ, ഞാൻ ഈ വചനം വായിച്ചു പോകണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 51-55 വരെയുള്ള വാക്യങ്ങൾ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. വി വിൽ ബി ട്രാൻസ്ലേറ്റഡ്. കണ്ണിമയ്ക്കുന്നതിനിടയിൽ, അവിടെ പൗലോസ് അത് വ്യക്തമായി പറയുന്നു. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇതാണ് ആ മർമ്മം എന്ന് പറയുന്നത്. വണ്ടർഫുൾ സീക്രട്ട് എന്ന് പറയുന്നത് ഇതാണ്. സീക്രട്ട് എന്ന് പറയുന്ന ആ പ്രയോഗം മിസ്റ്ററി എന്ന അർത്ഥത്തിലാണ് ആ ഗ്രീക്ക് വാക്കിന്റെ പ്രയോഗം. ഇറ്റ് ഇസ് എ മിസ്റ്ററി, എ ട്രൂത്ത് ദാറ്റ് കനോട്ട് ബി discerned merely by human investigation. മനുഷ്യന്റെ ചിന്തകൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു അത്ഭുതകരമായ ഒരു മിസ്റ്ററി ആയിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. A truth that cannot be discerned merely by human investigation, but it requires special revelation from God. ദൈവത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിയില്ല. ഇത് മിസ്റ്ററി. അതുകൊണ്ടാണ് പൗലോസ് അതിനെ മിസ്റ്ററി എന്ന് പറയുന്ന, ഒരു മർമ്മം എന്ന് പൗലോസ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇതൊരു മർമ്മമാണ്. ഈ മർമ്മം പഴയ നിയമ വിശ്വാസികൾക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റിസറക്ഷൻ എന്ന പഴയ നിയമം വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, റിസറക്ഷൻ. പക്ഷേ യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25-27 വാക്യങ്ങളിലും ഈ റിസറക്ഷനെ കുറിച്ചുള്ള ഒരു ദർശനമുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനം 49-ന്റെ 15-ാം വാക്യത്തില്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 19-ല്, ഡാനിയേൽ 12-ന്റെ 2-ൽ, ഇവിടെയൊക്കെയും റിസറക്ഷനെ കുറിച്ചുള്ള ഒരു ദർശനം പഴയ നിയമ വിശ്വാസികൾക്കുണ്ടായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. But the doctrine of rapture, കർത്താവിന്റെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്ന, റാപ്ചർ എന്നുള്ളതിന്റെ മലയാളത്തിൽ ഞാൻ എഴുതിയ ഒരു ലേഖന സമാഹാരത്തിൽ ഉൾപ്രാപണം, പല വിശ്വാസികളും അങ്ങനെയാണ്, ചിന്തകരും അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഉൾപ്രാപണം എന്ന് പറയാം, റാപ്ചർ. ഈ ഉൾപ്രാപണത്തെ കുറിച്ച് പഴയ നിയമത്തിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ ഏലിയാവ് എടുക്കപ്പെട്ടു, ഹാനോക്ക് എടുക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ മിസ്റ്ററിയെ കുറിച്ച്, ഈ ഡോക്ട്രിൻ എന്ന് പറയാം, ഈ ഡോക്ട്രിൻ പഴയ നിയമ വിശ്വാസികൾക്ക് സാധാരണമായിരുന്നില്ല. വിശ്വാസികൾക്ക് ഈ മിസ്റ്ററി, ഈ ഡോക്ട്രിൻ വെളിപ്പെടുന്നത് പുതിയ നിയമ കാലഘട്ടത്തിൽ, യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ മാത്രമാണ്. അതാണ് നമ്മൾ ഈ വായിച്ച തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13-17 വാക്യങ്ങൾ. ഇപ്പൊ വായിച്ച 1 Corinthians chapter 15 verses 15 to 52.
അതുപോലെ തന്നെ റെവലേഷൻ 3:10, ഇതെല്ലാം ആണ് റാപ്ചറിനെ കുറിച്ചുള്ള ദർശനം വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഭാഗം. യേശു തന്നെ റാപ്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് വിശ്വസിക്കുന്നതിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. യേശു തന്നെ റാപ്ചറിനെ കുറിച്ച് പറഞ്ഞു. അതെവിടെയാണെന്ന് നമുക്ക് പെട്ടെന്ന് ഓർക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവിടെ എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ ആ ഭാഗം എടുത്തു തന്നെ വായിക്കും, അതാണ് നല്ലത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. നാം തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യം അനലൈസ് ചെയ്തതുപോലെ തന്നെ അനലൈസ് ചെയ്യേണ്ട ഒരു ഭാഗമാണിത്. ഇവിടെ ഇതെല്ലാം യേശു കർത്താവ് പറയുന്നുണ്ടെന്നുള്ളതാണ്. അവിടെ യേശു കർത്താവ് പറയുന്ന റാപ്ചറിനെ കുറിച്ച് പറയുന്നതിന് ഒരുപക്ഷെ വേദപുസ്തകത്തിലെ ആദ്യത്തെ വെളിപ്പെടുത്തലായിട്ട് വേണം, റാപ്ചറിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലായിട്ട് വേണം യേശു കർത്താവിന്റെ ഈ വചനത്തെ കാണാൻ. അവിടെ യേശു കർത്താവ് ഒന്നാമത് പറയുന്നു, ഡോണ്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. പ്രത്യാശ നൽകുന്ന വചനമാണ് യേശു കർത്താവ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഡോണ്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്. ആദ്യത്തെ വെളിപ്പെടുത്തൽ യേശു കർത്താവ് പറയുന്ന ആദ്യത്തെ ആഹ്വാനമാണ്. പിന്നെ പറയുന്ന ആ ഭാഗം എന്ന് പറയുന്നത് പൗലോസിന്റെ വാക്കുകളുടെ ഇവിടുന്നാണ് അത് പ്രതിധ്വനിക്കുന്നത് എന്ന് തോന്നിപ്പോകും. യേശു കർത്താവിന്റെ ഈ വചനത്തിൽ നിന്നാണ് പൗലോസിന്റെ വചനം, തെസ്സലോനിക്കരോടുള്ള വചനം പ്രതിധ്വനിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അവിടെ യേശു കർത്താവ് പറയുന്ന വാക്കുകളും പൗലോസിന്റെ വാക്കുകളും തമ്മിൽ ഒന്ന് തട്ടിച്ചു നോക്കണം. യേശു കർത്താവ് പറഞ്ഞു, ഐ വിൽ കം, ഞാൻ വരുന്നു. പൗലോസ് പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി ഞാൻ പിന്നെയും വന്ന്. അതിന് ആണ് പൗലോസ് പറഞ്ഞത് കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരും എന്ന്. ഇവിടെ യേശു കർത്താവ് ഈ വാക്യത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം, ഐ വിൽ ടേക്ക് യു ടു മൈസെൽഫ്. നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് ഞാൻ ചേർത്തുകൊള്ളും. അവിടെയും കർത്താവിനോടുകൂടെയാണ് നാം ശിഷ്ടകാലം എന്ന് പൗലോസ് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4:17 we will be caught up, നമ്മൾ എടുക്കപ്പെടും എന്ന് അവിടെ പൗലോസ് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:3 വിൽ ബി വിത്ത് മീ, എന്നോടുകൂടെ ആയിരിക്കും. അവിടെ പൗലോസും അത് തന്നെ പറയുന്നു. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 4:17 വിൽ ബി വിത്ത് ലോർഡ്, നമ്മളും കർത്താവിനോടുകൂടെ ആയിരിക്കും എന്ന്. യോഹന്നാൻ 14:1 പറയുന്നു, ഹൃദയം കലങ്ങിപ്പോകരുത്. തെസ്സലോനിക്കരോടും അപ്പോസ്തലനായ പൗലോസും പറയുന്നത്, നിങ്ങൾ ദുഃഖിക്കരുത്, വേദനിക്കരുത് എന്നാണ്. അപ്പോൾ യേശു കർത്താവിന്റെ ഈ 14-ാം അധ്യായം, യോഹന്നാൻ 14-ാം അധ്യായത്തിലെ ആ വചനത്തിന്റെ ഒരു പ്രതിധ്വനി പോലെ എക്കോ ചെയ്യുകയാണ്. മലയാളത്തിൽ ഒരു വാക്കുണ്ട്, അനുരണനം, ഒരു സംസ്കൃത വാക്കാണ് അനുരണനം, എക്കോ ചെയ്യുക. അപ്പോ ഇവിടെ യേശു കർത്താവിന്റെ ഈ വചനത്തിന്റെ ഒരു അനുരണനമാണ്, ഒരു എക്കോയാണ്, അതിന്റെ ഒരു പ്രതിസ്പന്ദമാണ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അപ്പൊ ഇറ്റ് ഈസ് വെരി ക്ലോസ്. ഈ മിസ്റ്ററി എന്ന് പറയുന്നത് യേശു കർത്താവിൽ വെളിപ്പെടുന്ന മിസ്റ്ററിയാണിത്. യേശു കർത്താവാണ് പുതിയ നിയമവിശ്വാസികൾക്ക് ഈ മിസ്റ്ററി വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് പൗലോസാണ് പറയുന്നത്, ഇറ്റ് ഈസ് എ വണ്ടർഫുൾ സീക്രട്ട്, ഇത് അത്ഭുതകരമായ ഒരു രഹസ്യമാണ് എന്ന്. അങ്ങനെ റാപ്ചറിന്റെ 4 ഘട്ടങ്ങൾ നമുക്കിത് വിശ്വസിക്കുവാൻ കഴിയണം. യേശു കർത്താവിന്റെ അപ്പിയറൻസ്, അതിനെക്കുറിച്ച് നമുക്ക് ഓർക്കാം. യേശു കർത്താവിന്റെ അപ്പിയറൻസ്,
എങ്ങനെയാണ്, എപ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. കർത്താവിന്റെ ഈ വരവനെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. പ്രത്യക്ഷ അപ്പിയറൻസ് എന്നും സെക്കൻഡ് കമ്മിങ് എന്നും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ഈ സംഭവങ്ങൾ നമ്മൾ ഓർക്കണം. ഈ റാപ്ചർ എന്ന് പറയുന്നത് ആരും വിചാരിക്കാത്ത നിമിഷങ്ങളിൽ, പ്രതീക്ഷിക്കാത്ത നിമിഷം, കള്ളനെ പോലെ എന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കള്ളനെ പോലെ വരും. ഈ പ്രപഞ്ചത്തിൽ, ഈ യൂണിവേഴ്സിൽ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളായ ആളുകളൊക്കെ ഒരു ക്ഷണം കൊണ്ട്, വിതിൻ എ മോമെന്റ് they will be caught up. അവര് ആകാശത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. പെട്ടെന്നെല്ലാം രൂപാന്തരപ്പെടുകയാണ്. നമ്മള് ചില ചിത്രങ്ങളിലൊക്കെ അതിനൊക്കെ എൻഡ് ടൈമിനെ കുറിച്ചുള്ള ചലച്ചിത്രങ്ങളിലൊക്കെ നാം മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പൈലറ്റ്, ഒരു വിമാനം പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈലറ്റ് പെട്ടെന്ന് എടുക്കപ്പെടുകയാണ്, വിമാനം തകർന്നു വീഴുകയാണ്. അതുപോലെ തന്നെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി പെട്ടെന്ന് എടുക്കപ്പെടുകയാണ്, കാർ ആക്സിഡന്റ് ഉണ്ടാവുകയാണ്. അപ്പോ ഇത് വളരെ അതിശയോക്തിപരമായി പറയുന്നു എന്ന് വിചാരിക്കരുത്. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യരാരും സങ്കല്പിക്കാത്ത വിധത്തിലുള്ള ഒരു ഡിസപ്പിയറൻസ് അവരുടെ സഹജീവികൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് റാപ്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പെട്ടെന്ന് കണ്ണു വെക്കുന്നതിനിടയിൽ എല്ലാവരും രൂപാന്തരപ്പെടുന്നു. ഈ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. എന്താണ് അതിന്റെ കാര്യം? കർത്താവിന്റെ വരവിന്റെ പ്രത്യേകത എന്താണ് അവിടെ പറയുന്നത്? കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഇത് കല്ലറകൾ തുറക്കുകയാണ്. ഈ ശബ്ദത്തിന്റെ മുമ്പിൽ, സ്വർഗീയമായ ശബ്ദത്തിന്റെ മുമ്പിൽ ഇതെല്ലാം തുറക്കപ്പെടുകയാണ്. മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. മനുഷ്യൻ, ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ രൂപാന്തരപ്പെടുകയാണ്. അവർ എവിടെയൊക്കെ മറയുകയാണ്. ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. എന്തേ സഹോദരനെ കാണാനില്ലല്ലോ എന്ന്, എൻ്റെ സഹോദരനെ, എൻ്റെ സഹോദരിയെ കാണാനില്ലല്ലോ, എൻ്റെ ആലയത്തിലുള്ള പലരെയും കാണാനില്ലല്ലോ എന്ന് സന്ദേഹിക്കുകയാണ് മനുഷ്യർ. എവിടെ പോയി? ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് വണ്ടർഫുൾ സീക്രട്ട്. അതാണ് ആ മിസ്റ്ററി. ഒരു ക്ഷണത്തിൽ രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയനായ കർത്താവിനോടുകൂടെ വാനമേഘങ്ങളിൽ അവൻ ആഡംബരത്തോടുകൂടി എഴുന്നേൽക്കും. നമുക്കറിയാം അവന്റെ ഒന്നാമത്തെ വരവ് എന്ന് പറയുന്നത് ശാന്തവും സൗമ്യമായിട്ടായിരുന്നു. ഒരു വിസ്പർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കർത്താവിന്റെ ഒന്നാമത്തെ വരവ് ജസ്റ്റ് ലൈക്ക് എ വിസ്പർ, ഒരു മർമ്മം, ഒരു നമ്മള് സ്വകാര്യം പറയുന്നത് പോലെയുള്ള നിശബ്ദമായ, ആരും അറിഞ്ഞില്ല. മാലാഖമാർ പാടി, പക്ഷേ മാലാഖമാരുടെ പാട്ട് ഹെരോദാവ് കേട്ടില്ല, പുരോഹിതന്മാർ കേട്ടില്ല, അവിടെ കൂടിയിരുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ കേട്ടില്ല. പക്ഷേ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കാവൽ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ അത് കേട്ടു എന്ന് പറയുന്നത് പോലെ തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായ ഈ റാപ്ചർ എന്ന് പറയുന്ന, ഉൾപ്രാപണം എന്ന് പറയുന്ന ഈ ദൈവികമായ പ്രവൃത്തിയുടെ മുമ്പിൽ ലോകം തരിച്ചു നിൽക്കും. അവരത്ഭുതപ്പെടും. എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ക്രൈസ്തവ വിശ്വാസത്തെ വിമർശിച്ചവരും ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരും എല്ലാം അമ്പരന്ന് നിൽക്കുന്ന, വാട്ട് ഈസ് ഇറ്റ്, വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിച്ച് അമ്പരന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഈ റാപ്ചർ അന്ന് ലോക ജനതയുടെ മുമ്പിൽ കാഴ്ചവെക്കും എന്ന കാര്യത്തിന് സംശയമില്ല. യേശു കർത്താവിന്റെ ഈ പ്രത്യക്ഷതയോ സെക്കൻഡ് കമ്മിങ് എന്നതിനെ കുറിച്ച് നമുക്ക് പറയുകയായിരിക്കും. എബ്രായ ലേഖനം 9:28 രണ്ടാമതും അവൻ പ്രത്യക്ഷനാകും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 14:3 പിന്നെയും വന്ന്, നമ്മളിപ്പോ വായിച്ച യോഹന്നാന്റെ സുവിശേഷ ഭാഗത്ത്, പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. അപ്പോ ഇതും ഈ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നതാവും സ്പിരിച്വലി ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ റാപ്ചർ എന്ന് പറയുന്നത്, അതിനുശേഷം കർത്താവിന്റെ വരവുണ്ട്, നമുക്കറിയാം. അത് ഇന്ന് എനിക്ക് പറയാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല, കാരണം ദീർഘമായ വിഷയമാണ്. അപ്പോ
ഇതാണ് ഈ റാപ്ചറിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു നൊടി നേരത്തിന് ഇടയിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റം. ഈ റാപ്ചറിനെ കുറിച്ച്, ഈ ഉൾപ്രാവണത്തെ കുറിച്ച് വി ഹാവ് ടു ബിലീവ്. നമ്മൾ അത് വിശ്വസിച്ചേ പറ്റൂ. ഉൾപ്രാവണമാണ് നമ്മുടെ പ്രത്യാശ. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഘടകങ്ങൾ റാപ്ചറിൽ സംഭവിക്കുന്നു എന്നോർക്കുക. കർത്താവ് വരുന്നു, മടങ്ങി വരുന്നു, കള്ളനെ പോലെ വരുന്നു, നമ്മളെ അവന്റെ സന്നിധിയിലേക്ക് ചേർക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുന്നു, അവരൊരു ക്ഷണത്തിൽ അപ്രത്യക്ഷമാകുന്നു, അഥവാ അവർ കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നാണ്. ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹി കംസ് ഇൻ ക്ലൗഡ്സ്. അവൻ മേഘങ്ങളിലാണ് വരുന്നത്. നമുക്കറിയാം, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോഴും ആ മേഘങ്ങളിൽ എടുക്കപ്പെടുകയാണ്. അപ്പൊ ഈ മേഘങ്ങൾ, ക്ലൗഡ്സ് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തെ കുറിക്കുന്ന ഒന്നാണ്. അഥവാ മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ വാഹനം എന്ന് വേണമെങ്കിലും, അവൻ കാറ്റിൻ ചിറകിൽ എന്ന് പറയുന്നു, മേഘത്തേരിൽ എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. മേഘത്തേരിൽ ഇറങ്ങി വരുന്നവൻ എന്നുള്ളതാണ്, കാറ്റിൻ ചിറകിൽ ഇറങ്ങി വരുന്നവൻ. അതുകൊണ്ട് കർത്താവിന്റെ സ്വർഗാരോഹണ സമയത്ത് 2 പേർ പറഞ്ഞ ദൂത് നമുക്കറിയാമല്ലോ. ഒരു ഏഞ്ചൽസ് ആണോ ആരോ നമുക്കറിഞ്ഞുകൂടാ. 2 പുരുഷന്മാർ അവരൊന്ന് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു മടങ്ങി വരും. അത് മടങ്ങി വരവിനെ കുറിച്ചുള്ള വലിയൊരു ദൂത്, ഒരു പ്രത്യാശയുടെ ദൂത് ജോസഫ് മരണക്കിടക്കയിൽ കിടന്ന് കൊടുത്തതുപോലെ തന്നെയുള്ള ഒരു ദൂതാണ് ഇവിടെ ഈ ഒലിവ് മലയിൽ വെച്ച് ഈ ദൂതന്മാർ ശിഷ്യന്മാർക്ക് നൽകുന്നു, അവരെ ശക്തി. ഹി വിൽ കം അഗെയിൻ, അവൻ മടങ്ങി വരും എന്നുള്ളത്. ഞാനിവിടെ എൻ്റെ ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്, കാരണം സമയം അതിക്രമിച്ചല്ലോ. ഞാൻ ഈ പ്രത്യാശ എൻ്റെ ജീവിതത്തിലെ ആഹ്ലാദകരമായ ഒരു അനുഭവമാണ്. ഒരിക്കല് മാരാമൺ കൺവെൻഷന് ആദ്യമായി ഗാനങ്ങൾ എഴുതി കൊടുത്തിട്ട് നമ്മള് വളരെ ഉത്കണ്ഠയോടുകൂടെ അത് എടുക്കുമോ പാട്ട്, ആദ്യം അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടല്ലോ. ആദ്യം ഒരു പാട്ട് കൊടുത്ത്, ചെറുപ്പകാലമല്ലേ, കൊടുത്തിട്ട് അത് കിട്ടുമോ എടുക്കുമോ എന്നൊക്കെയുള്ള ചിന്ത. അങ്ങനെ ഒരു ദിവസം ഞാൻ പുലാത്തീൻ അരമനയിൽ പോയി DSM-ലെ അന്ന് ഉത്തരവാദിത്വമുണ്ടായിരുന്ന അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ, ഞാനിങ്ങനെ കൊശിത്തലക്കലാണ്. അന്ന് ഞാൻ അത്രമാത്രം അറിയപ്പെടുന്ന ആളല്ല. പിന്നെ ഞാൻ 2 പാട്ടും എടുത്തോണ്ട് അറിയാമെന്ന്. അപ്പം പറഞ്ഞു, ഞങ്ങൾ പരിശോധിച്ചു, സാറിന്റെ പാട്ട് വളരെ മനോഹരമായ പാട്ടാണ്, പക്ഷെ അതൊന്നും കൺവെൻഷന് പാടാൻ പറ്റിയ പാട്ടുകളല്ല, അതുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ വളരെ നിരാശയോടുകൂടെയാണ് പുലാത്തീന്റെ പടി ഇറങ്ങി, പഴയ പുലാത്തീനാണ് ഇറങ്ങി നടക്കുന്നത്. അപ്പൊ ആ ചൂളമരങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ആ വഴിയോരങ്ങളിലുണ്ടല്ലോ. ഞാൻ വേദനയോടുകൂടെ ആ വഴിയോരത്തിലൂടെ, തണൽ വിരിച്ച ആ വഴിയോരത്തൂടെ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, കൺവെൻഷന് പാടാൻ പറ്റിയ ഒരു പാട്ടെങ്കിലും എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഓൾ ഓൺ എ സഡൻ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ, ഇപ്പൊ പറഞ്ഞ പോലെ, ഇൻ എ മോമെന്റ്, ഞാൻ ഈ പ്രാർത്ഥിച്ച ഒരു മോമെന്റിൽ, ആ മോമെന്റിൽ എൻ്റെ നാവിലൊരു പാട്ട് കർത്താവ് തന്നു. ആ പാട്ടിന്റെ ഒരു 1-2 ചരണം പാടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ പാട്ട് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ളതാണ്. അത് ഇങ്ങനെ തുടങ്ങും. എൻ പ്രിയനെ നിൻ പൊന്മുഖം കാണാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾക്കാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ പൊന്മുഖം കാണാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾക്കാൻ എനിക്കാശ,
എൻ ഏക പ്രത്യാശ, എൻ ഭാഗ്യ പ്രത്യാശ, എൻ ഏക പ്രത്യാശ, എൻ ഭാഗ്യ പ്രത്യാശ, എൻ പ്രിയനെ നിൻ പൊന്മുഖം കാണാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾക്കാൻ എനിക്കാശ. സുന്ദരനൻ പ്രിയൻ വന്നിടുമെൻ കാന്തൻ, സ്വർലോകരോടൊപ്പം ആഘോഷമായി നാഥൻ. സുന്ദരനൻ പ്രിയൻ വന്നിടുമെൻ കാന്തൻ, സ്വർലോകരോടൊപ്പം ആഘോഷമായി നാഥൻ. വീരുന്നു വീടാതിൽ എന്നെ നയിച്ചിടും സ്നേഹക്കൊടിയവൻ എന്മേൽ പിടിച്ചിടും. എൻ പ്രിയനെ നിൻ പൊന്മുഖം കാണാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾക്കാൻ എനിക്കാശ. കണ്ടാലും വേഗത്തിൽ വന്നിടുമെന്നേവം ചൊല്ലിയ നാഥനെ എന്നു നീ വന്നിടും. കണ്ടാലും വേഗത്തിൽ വന്നിടുമെന്നേവം ചൊല്ലിയ നാഥനെ എന്നു നീ വന്നിടും. കാണാൻ എനിക്കാശ രാജാധിരാജാവേ, കേൾക്കാൻ എനിക്കാശ സ്വർഗീയ ദാതാവേ, എൻ പ്രിയനെ നിൻ പൊന്മുഖം കാണാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾക്കാൻ എനിക്കാശ. ഈ പ്രത്യാശ യിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാവട്ടെ. ആമേൻ. താങ്ക് യു സാറേ. വളരെ വ്യക്തമായി റാപ്ചറിനെ പറ്റി മനസ്സിലാക്കുവാൻ സാവകാശമെടുത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി വളരെയധികം നന്ദിയുണ്ട്. നമുക്കൊരു 2-3 മിനിറ്റ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമുണ്ട്. ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ആയിരം ആണ്ട് വാഴ്ചയെ പറ്റി സാറ് പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ടൊന്ന് പഠിച്ചാൽ കൊള്ളാം, കേട്ടാ കൊള്ളാവുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. ഇപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ, റാപ്ചർ കഴിഞ്ഞ ഉടനെ സംഭവിക്കുന്നതാണ് ട്രിബുലേഷൻ, മഹാപീഡന കാലം. 7 വർഷത്തെ മഹാപീഡന കാലമുണ്ട്. അത് ഒരു ക്ലാസ് മുഴുവൻ എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി. അതിനുശേഷമാണ്, മഹാപീഡന കാലത്തിന് ശേഷമാണ് കർത്താവിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഇത് ഈ റാപ്ചറിൽ യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നില്ല. മറ്റേ അടുത്ത ഭാഗത്ത് യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എതിർ ക്രിസ്തുവുമായിട്ട്, ആന്റി ക്രൈസ്റ്റുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, സാത്താനെ 1000 വർഷത്തേക്ക് ചങ്ങലക്കിടുന്ന സംഭവം, അന്ന് യേശു കർത്താവ് ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന വാഴ്ചയാണ് മില്ലനിയം റെയിൻ എന്ന് പറയുന്ന 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റാപ്ചറിന് ശേഷം സംഭവിക്കുന്നത് 7 വർഷത്തെ മധ്യാകാശ വാഴ്ച അല്ലെങ്കിൽ സ്വർഗീയ വാഴ്ചയാണ് അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത്. യേശു കർത്താവിനോടുകൂടെ എടുക്കപ്പെട്ടു. അവർ സ്വർഗത്തിൽ കർത്താവിനോട് ചേർന്ന് ഈ മഹാപുരുഷാരം, ഈ എടുക്കപ്പെടുന്ന പുരുഷാരം, റാപ്ചറിലൂടെ എടുക്കപ്പെടുന്ന പുരുഷാരം കർത്താവിനോടുകൂടെ ആകാശമേഘങ്ങളിൽ, സ്വർഗോന്നതികളിൽ വസിക്കുകയാണ് 7 വർഷം. ആ 7 വർഷക്കാലമാണ് ഭൂമിയിൽ മഹാപീഡനം എന്ന് പറയുന്നത്. 3.5 വർഷം വീതമുള്ള 7 വർഷം. അതൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് എടുക്കാവുന്ന വിഷയങ്ങളാണ്. ഇപ്പോഴേ അങ്ങ് ഈ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് സ്വപ്നം വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ അതിലേക്ക് സാവകാശം പോകുന്നേ ഉള്ളൂ.
സ്തോത്രം. വളരെ വ്യക്തമായി സാർ ഇത് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ റാപ്ചറിനെ പറ്റി നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. പക്ഷേ വളരെ സങ്കടകരമായ കാര്യം, പള്ളികളിലൊന്നും തന്നെ ഇതിനെപ്പറ്റി പ്രസംഗിക്കാനോ അതിന് സമയം കണ്ടെത്താനോ ആർക്കും താല്പര്യമില്ല എന്നുള്ളത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നു. ഞാനിവിടെ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലെ എൻ്റെ മോനോടും എൻ്റെ വൈഫിനോടും ഒക്കെ പറയുകയായിരുന്നു. 1-2 വിശ്വാസികളോട് ഞാൻ പറഞ്ഞു, ഒരു സഭയിലും പെന്തക്കോസ്തുകാർ വല്ലപ്പോഴും പറയുമെന്നോർക്കാനുള്ളതല്ലാതെ നമ്മുടെ എപ്പിസ്കോപ്പൽ ചർച്ചുകളിൽ എങ്ങും മനുഷ്യന് ഇതിനെക്കുറിച്ച് ഒരു അവബോധം കൊടുക്കുവാൻ, ഒരു വിശ്വാസം കൊടുക്കുവാൻ, ഒരു പ്രത്യാശ കൊടുക്കുവാൻ നമ്മുടെ പുൽപ്പിറ്റുകൾ ഒരു പുരോഹിതനും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു സഭയില് സങ്കടകരമായ കാര്യമാണ്. ഞാൻ പറയാറുണ്ട്, നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ അതിനകത്ത് കർത്താവിന്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർപ്പിനെ കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചും മടങ്ങി വരവിനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്നത് ചങ്കിൽ കൈവച്ചെന്നാണോ ഈ പറയുന്നതെന്ന് എനിക്ക് സംശയമാണ്. രണ്ടാമത്, കർത്താവിന്റെ ഈ മടങ്ങി വരവിനെ കുറിച്ച് ഈ ലിബറേഷൻ തിയോളജിയൻസ് ഒക്കെ പല പുതിയ പുതിയ കാര്യങ്ങൾ അവര് അവതരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഇതൊരു എന്താ അതിനെക്കുറിച്ച് പറയുന്നത്, ഒരു പരിഹാസ്യമായിട്ടാണ് അവർ അതിനെ കാണുന്നത്. വാസ്തവത്തിൽ ഒരു പരിഹാസ്യമായിട്ട് ആണ് അതിനെ കാണുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ ഇഗ്നറൻസ് എവിടെയുണ്ട്. അതുപോലെ തന്നെ ഇത് റെഡിക്കുലസ് ആണെന്ന് പറയുന്നവരാണ് വാസ്തവത്തിൽ പലരും. പിന്നെ കുറെ കൂടെ കോംപ്രമൈസ് ചെയ്യുന്നവർ പറയും കർത്താവ് പോയതുപോലെ വരുമെന്നൊക്കെ പറയുന്നതിന് ഒരു പുതിയ സോഷ്യൽ ചേഞ്ച്, ഒരു ഇക്കണോമിക് ചേഞ്ച്, ഒരു പൊളിറ്റിക്കൽ ചേഞ്ച്, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ കർത്താവിന്റെ വരവ് ഇങ്ങനെ. പക്ഷെ അങ്ങനെയല്ല തിരുവചനം പഠിപ്പിക്കുന്നത്. തിരുവചനം അക്ഷരാർത്ഥത്തിൽ നാം വിശ്വസിക്കണം. ഇൻ ബോഡി he will come back in human body. നമുക്ക് കാണാൻ കഴിയുന്ന മാനുഷിക ശരീരത്തിൽ. അത് ഇറ്റ് ഈസ് എ ട്രാൻസ്ലേറ്റഡ് ഫിഗർ, രൂപാന്തരപ്പെട്ട സ്വർഗീയ ശരീരമാണ്, ഹെവൻലി ഫിഗറാണ്. പക്ഷെ അവൻ പോയതുപോലെ തന്നെ. എങ്ങനെയാണോ അവൻ പോയത്, സ്വർഗാരോഹണം, അത് പറയുന്ന ഒരൊറ്റ സഭ പോലും നമുക്കില്ല എന്നുള്ള ദുഃഖകരമായ ഒരു സത്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഫോർഡ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ എല്ലാ ആഴ്ചയിലും പള്ളി പ്രസംഗിക്കേണ്ട വിഷയമാണ്. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ പോലും നമ്മൾ പറയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അത് വളരെ വളരെ സങ്കടകരമാണ്. സമയം സാറ് ഇതിനു വേണ്ടി കണ്ടെത്തിയതിന് ഞങ്ങൾക്ക് ഏറെ നന്ദിയുണ്ട്. അവിടെ ദൂരെ നിന്നായിരുന്നെങ്കിലും ഇതുപോലെ ഉറക്കം പോലും സമയത്ത് ലഭിക്കാതെ ഇത് വന്ന് ചേർന്നതിനായി വളരെയധികം സന്തോഷം. നമുക്ക് ആ ക്ലോസിംഗ് പ്രാർത്ഥന പാട്ടിന് വേണ്ടി ബിനി കുര്യനെ വിളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സാറിന്റെ ആശീർവാദത്തോടു കൂടി നമുക്ക് ക്ലോസ് ചെയ്യാം. ബിനി കുര്യൻ പ്ലീസ്. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ ദാതാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഹൃദയമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഹൃദയമെന്തുള്ളൂ. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം
ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ, നീ എന്നെ ഓർക്കുവാ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ, നീ എന്നെ ഓർക്കുവാ എൻ ഗൃഹമെന്തുള്ളൂ.